ചിങ്ങം രാശിയാണ്, ലിയോ എന്നാണ് അതിനെ പറയുക. മകം പൂരം ഉത്രത്തിൽക്കാര്, മകവും പൂരവും ഉത്രത്തിൻ്റെ ആദ്യ പാദവും ചേർന്നതാണ് ചിങ്ങക്കൂറ്. സൂക്ഷ്മമായിട്ടുള്ള ചില മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ അവർക്കുണ്ടാകുന്നതാണ്. ലഗ്നത്തിൽ കേതുവാണ്, അതിൻ്റേതായിട്ടുള്ള ആധിവ്യാധികൾ അവർക്കുണ്ടാവും. പൊതുവേ ഒരു കേതോരഗ്നി എന്നാണ് പറയുക. അഗ്നിയുടെ ചൂട് പിടിച്ച ഒരു അന്തരീക്ഷം അവർക്ക് ഉണ്ട്. പൊതുവേ തന്നെ അവരവരെ പറ്റി ചിന്തിക്കാനും അത് സംബന്ധിച്ച് വിലയിരുത്തലുകളൊക്കെ നടത്താനും ഒക്കെ ചെയ്യേണ്ടതായിട്ട് ഇവർക്ക് വരും. ഏതാണ് താൻ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ള സംശയം, അഥവാ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ള ചിന്തയോ അതുമൂലമുണ്ടാകുന്ന ചില സഫൊക്കേഷൻസ് അല്ലെങ്കിൽ അത് സംബന്ധിച്ചൊരു ആശയക്കുഴപ്പം അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ആഴ്ച ആദ്യം ഭാഗത്ത് വ്യാഴം 11-ലാണ്. ആ കാലത്ത് അനുകൂലമാണ്. മറ്റ് സുഹൃത്തുക്കളോ മറ്റ് പാർട്ട്നേഴ്സ് ബന്ധുക്കൾ മുഖേന ചില ലാഭങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ 2-ാം തീയതിക്ക് ശേഷം ഈ വ്യാഴം 12-ലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ പറയുന്ന ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ പോലും അതുകൊണ്ടുണ്ടാകേണ്ട ഫലം, ഗെയിൻ അഥവാ ലാഭം, അഥവാ അതുകൊണ്ടുണ്ടാവേണ്ട ബെനിഫിറ്റ്സ് ഡിലേ ആകാൻ സാധ്യത കാണുന്നുണ്ട്.